നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സ്ഥാനമേൽക്കും. സത്യപ്രതിജ്ഞ രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം നാളെ. സംസ്ഥാനത്ത് കനത്ത ജാഗ്രത. 8500 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മോദി മണിപ്പൂരിലെത്തുന്നത് സംഘർഷത്തിന് ശേഷം ആദ്യം. മിസോറാമിനെ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഭൈരബി സൈരാങ് റെയിൽപാത നാളെ രാജ്യത്തിന് സമർപ്പിക്കും. CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ സാധ്യത. KE ഇസ്മായിൽ പൊതുസമ്മേളന വേദിയിലെത്തും. PP തങ്കച്ചന് വിട നൽകാൻ നാട്. മൃതദേഹം 10 മണിയോടെ വീട്ടിലെത്തിക്കും. സംസ്കാരം നാളെ വൈകിട്ട് നെടുമ്പാശ്ശേരി അകപറമ്പ് യാക്കോബായ പള്ളിയിൽ. തൃശൂർ മലക്കപ്പാറ വീരൻകുടിയൂരിൽ വന്യമൃഗശല്യത്തിനെതിരെ കുടിൽ കെട്ടി പ്രതിഷേധവുമായി ആദിവാസികൾ. ഊരുനിവാസികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനം നടപ്പായില്ല. അമൃത ന്യൂസ് സ്പെഷ്യൽ. ഏഷ്യാകപ്പിൽ ബംഗ്ലാദേശിന് വിജയത്തുടക്കം. 7 വിക്കറ്റിന് ഹോങ്കോങ്ങിനെ തോൽപ്പിച്ചു. ഇന്ന് പാകിസ്ഥാൻ ഒമാനെതിരെ. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 10 മണി മുതലാണ് ചടങ്ങ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, രാജ്യസഭയിലെ കക്ഷി നേതാക്കൾ, NDA നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മഹാരാഷ്ട്ര ഗവർണറായിരുന്ന CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായത്. തമിഴ്നാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ലോക്സഭാ അംഗമായും സംസ്ഥാന BJP അധ്യക്ഷനായും ചുമതല വഹിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം നാളെയാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂർ കനത്ത ജാഗ്രതയിലാണ്. 8500 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുകയും ചെയ്യും. മണിപ്പൂർ സംഘർഷം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്താൻ പോകുന്നത്. KK പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, സംഘർഷമുണ്ടായതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം, ഒപ്പം ഈ മണിപ്പൂരിലാകട്ടെ ഈ പ്രാദേശിക സംഘർഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി 8000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണിപ്പൂരിൽ നടത്താൻ പോകുന്നത്. ഇതൊക്കെ നടത്തിക്കൊണ്ട് മണിപ്പൂരിൻ്റെയൊക്കെ മുഖച്ഛായയൊക്കെ മാറ്റി ഈ സംഘർഷങ്ങളൊക്കെ കുറക്കുക, ഇതുതന്നെയല്ലേ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്? മായ, നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മണിപ്പൂരിലെ 2 വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് തന്നെയാണ്. പ്രധാനമായും അവിടുത്തെ വികസനം കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ, വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വലിയ അപര്യാപ്തത നേരിടുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അതുകൊണ്ട് തന്നെ 8500 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിൽ 1200 കോടി രൂപയുടെ പദ്ധതി ഇംഫാലിൽ. അത് മെയ്തി വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. 7300 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ചുരാചന്ദ്പൂരിലാണ്. അത് കുക്കി വിഭാഗങ്ങൾക്ക് വലിയ മേൽക്കൈയുള്ള സ്ഥലമാണ്. ഈ 2 വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള നിലയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആലോചിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായും വിഭാഗങ്ങൾക്കപ്പുറത്തേക്ക് മണിപ്പൂരിലെ മുഴുവൻ ജനതയുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ സംഘർഷങ്ങളൊക്കെയും ഒഴിവാക്കുക എന്നതുകൂടി ലക്ഷ്യമാണ്. വികസന പ്രവർത്തനങ്ങളിലേക്കും ഒപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതോടുകൂടി തന്നെ അവിടേക്ക് എല്ലാവിധത്തിലുള്ള സൗഹൃദങ്ങളും എത്തിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, പല സ്ഥലങ്ങളിലേക്കും ഈ സംഘർഷം ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി കേന്ദ്രസേനാ വിഭാഗങ്ങളടക്കം നേരിട്ടത്. ഇവിടേക്കൊന്നും തന്നെ എത്താനുള്ള റോഡ് മാർഗവും മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം കണക്ടിവിറ്റികൾ, അത് തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. റോഡ് സംവിധാനങ്ങൾ കുറെ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിൽ വളരെ കൃത്യമായി വേഗത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ വിലയിരുത്തുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്
അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആ മേഖലയിലാകെ തന്നെ വലിയ നിക്ഷേപവും ഒപ്പം തന്നെ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി അതിന് തുടക്കമാകുകയാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഇന്നലെ തന്നെ ചുരാചന്ദ്പൂരിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവസാനിപ്പിക്കാൻ കേന്ദ്ര സേനാ വിഭാഗങ്ങൾക്കും ബന്ധപ്പെട്ട പോലീസ് സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാനമാകെ തന്നെ കനത്ത സുരക്ഷയിലാണ്. നേരത്തെ തന്നെ ചില ചർച്ചകൾ നടത്തി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന നിർദ്ദേശം ഈ രണ്ട് വിഭാഗങ്ങൾക്ക് നൽകുകയും അവരത് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി തന്നെ പല സ്ഥലങ്ങളിലേക്കും അവരവരുടെ കൈവശമുണ്ടായിരുന്ന റോഡ് സംവിധാനങ്ങളൊക്കെ തന്നെ തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. സ്വാഭാവികമായും മണിപ്പൂരിനെ സംബന്ധിച്ച് മണിപ്പൂർ സംഘർഷം ഉണ്ടായ ശേഷം ഒരു തരത്തിലും പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയിരുന്നില്ല. അത് വലിയ വിമർശനമായി, രാജ്യവ്യാപക വിമർശനമായി പ്രതിപക്ഷം ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അത് പോയി കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇനിയിപ്പോൾ വികസന മുന്നേറ്റത്തിന് മണിപ്പൂരിൽ തുടക്കം കുറിക്കേണ്ടതാണ്. വികസിത ഭാരതം ഒപ്പം തന്നെ വികസിത മണിപ്പൂർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ പദ്ധതികൾ മണിപ്പൂരിൽ എത്തുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നതുമായ. ശരി പ്രശാന്ത്, എന്തായാലും നാളെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ തന്നെയാണ്. വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി മണിപ്പൂരിന് മറ്റൊരു മുഖം നൽകിക്കൊണ്ട് തന്നെ ഈ വിഭാഗീയ പ്രവർത്തനങ്ങളും ഒപ്പം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് കുറയ്ക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മിസോറാം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ തലവര മാറുന്നു. മിസോറാം തലസ്ഥാനമായ ഐസ്വാൾ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിക്കപ്പെടുന്നു. പുതിയ ഭൈരബി സൈറാങ് റെയിൽപാതയുടെ ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. സ്വാതന്ത്ര്യം ലഭിച്ച 78 വർഷത്തിന് ശേഷം വലിയൊരു മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മിസോറാം. ലങ്പോയ് വിമാനത്താവളം തുറന്ന ശേഷം സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് തുടക്കമാകുന്നു. മലനിരകളുടെയും വനങ്ങളുടെയും നാടാണ് മിസോറാം. എങ്ങു നോക്കിയാലും പച്ചപ്പാണ്. നഗരവൽക്കരണം ഒട്ടുമേ എത്താത്തയിടം. കുഞ്ഞു സംസ്ഥാനമാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ഒന്ന്. മിസോറാം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഗതാഗത ശൃംഖലയുടെ അഭാവമാണ്. റോഡ്, റെയിൽ, വ്യോമരംഗങ്ങളിലെ കണക്ടിവിറ്റിയാണ് വികസനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. ഇത് മുന്നിൽ കണ്ടാണ് 2030 വടക്ക് കിഴക്കൻ മേഖലയിലെ എല്ലാ പ്രധാന നഗരങ്ങളെയും ദേശീയ റെയിൽ സംവിധാനവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അതിവേഗം മുന്നോട്ടു പോകുന്നത്. അതിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഭൈരബി സൈറാങ് റെയിൽപാത. അസമിൽ നിന്ന് മിസോറാമിന്റെ അതിർത്തിയായ ഭൈരബി വരെയാണ് നിലവിൽ റെയിൽവേ ശൃംഖലയുള്ളത്. പുതിയ പാത ഇവിടെ നിന്ന് തുടങ്ങി തലസ്ഥാനമായ ഐസ്വാളിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള സൈറാങ്ങിൽ അവസാനിക്കും. 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 48 തുരങ്കങ്ങളുണ്ട്, 55 പ്രധാന പാലങ്ങളും. ഏറ്റവും ഉയരമുള്ള സൈറാങ്ങിലെ കുരങ് പാലം അടിത്തട്ടിൽ നിന്ന് ഏകദേശം 114 മീറ്റർ ഉയരത്തിലാണ്. ഭാരതത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പാലമാണിത്. 11 വർഷമെടുത്താണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. ഭൈരബി സൈറാങ് റെയിൽപാതയെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മണ്ണിടിച്ചിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തുരങ്കങ്ങളും ഭൂമികുലുക്കങ്ങൾ അതിജീവിക്കാനാകുന്ന പാലങ്ങളും ഇവയുടെ പ്രത്യേകതകളാണ്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പാതയുടെ നിർമ്മാണം. മലകളെയും താഴ്വാരങ്ങളെയും ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഏറെ ശ്രമകരമായ ദൗത്യം. ഒപ്പം വെല്ലുവിളിയായി മഴയും മണ്ണിടിച്ചിലും പ്രതികൂല കാലാവസ്ഥയും. തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ എത്തിക്കുക എന്നതായിരുന്നു മറ്റൊരു വെല്ലുവിളി. ഇതിനുവേണ്ടി മാത്രം മലനിരകൾ താണ്ടി 200 കിലോമീറ്റർ റോഡ് നിർമ്മിക്കേണ്ടി വന്നു. കഷ്ടപ്പാടുകളുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല.
മിസോറാമിലെ അതികഠിനമായ ശൈത്യകാലത്തെ അതിജീവിച്ചാണ് പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. ഒട്ടേറെ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അസമിലെ സിൽച്ചാറിൽ നിന്നാണ് മിസോറാമിലേക്കുള്ള അവശ്യവസ്തുക്കൾ കൊണ്ടുവരുന്നത്. അതും ചെങ്കുത്തായ റോഡിലൂടെ 12 മണിക്കൂറിലധികം സാഹസിക യാത്ര ചെയ്ത്. പുതിയ പാത ഗതാഗത യോഗ്യമാകുന്നതോടെ ഈ യാത്രാ സമയം 3 മണിക്കൂറായി ചുരുങ്ങും. ചരക്കുനീക്കം സുഗമമാകുന്നതിനോടൊപ്പം ആളുകളുടെ സഞ്ചാര സമയവും കുറയ്ക്കാനാകും. തദ്ദേശവാസികൾക്ക് വിദ്യാഭ്യാസത്തിനും ജോലി ആവശ്യങ്ങൾക്കും പുതിയ പ്രദേശങ്ങളെ ആശ്രയിക്കാനാകും. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം സൈനിക നീക്കത്തിനും ഈ പാത സഹായകമാകും. ഗോത്രവിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും മാത്രമാണ് അടുത്ത കാലം വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് വികസന കുതിപ്പിന്റെ വാർത്തകളാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ തന്നെയാണ് സാധ്യത. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ സെക്രട്ടറി ഇന്ന് മറുപടി പറയും. KE ഇസ്മയിലും പൊതുസമ്മേളന വേദിയിൽ എത്തുന്നുണ്ട്. അജയ് നാഥ് ഉണ്ട് വിവരങ്ങളുമായി. അജയ്, ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലൊക്കെ ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ഈ മത്സരത്തിനുള്ള ഒരു സാധ്യത മറ്റ് മുതിർന്ന നേതാക്കൾ ആരും പ്രകടിപ്പിച്ചതായും കണ്ടില്ല. അപ്പോൾ ബിനോയ് വിശ്വം തന്നെ തുടരാൻ തന്നെയല്ലേ സാധ്യത? ഒപ്പം ബിനോയ് വിശ്വത്തിന്റെ കടുത്ത വിമർശകനായ KE ഇസ്മയിൽ കൂടി പൊതുസമ്മേളനത്തിന് എത്തുകയും ചെയ്യുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? CPIയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതെളിക്കുന്ന ഒരു സമ്മേളനം കൂടിയായിരുന്നു. പക്ഷേ അതിനെ മയപ്പെടുത്തി സമ്മേളനം വളരെ ഭംഗിയായി CPI അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു, സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു, പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ ഉയർന്നു വന്ന പല ചർച്ചകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം വളരെ സമവായ നിലപാടുമായി അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക്, സമ്മേളനത്തെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് CPI നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. ആ ചർച്ചയിൽ പങ്കെടുത്ത ഘട്ടത്തിലെല്ലാം തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വളരെ ഭംഗിയായി തന്നെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആ ചർച്ച അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് നേതൃത്വത്തിന് മാറാൻ കഴിഞ്ഞു എന്നതാണ്. മറ്റൊന്ന്, സൂചിപ്പിച്ചോടെ തന്നെ ഈ വിഭാഗീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാലംപക്ഷവും ഒപ്പം KE ഇസ്മയിൽ മുൻ ദേശീയ കൗൺസിൽ അംഗമാണ്. ഇവർ തമ്മിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിഭാഗീയത നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. പക്ഷേ അത്തരത്തിലേക്കൊന്നും പോകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ബിനോയ് വിശ്വം തന്നെ സെക്രട്ടറിയെ തുടരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. സമ്മേളനത്തിന് മുൻപ് തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ ബിനോയ് വിശ്വം തന്നെ നൽകുന്ന കാര്യമുണ്ടായിരുന്നു. അതായത് അടിമുടി പാർട്ടിയായി തന്നെ ഈ സമ്മേളനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ആലോചിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നും തന്നെ അനുവദിക്കില്ല എന്ന തരത്തിലേക്കുള്ള ചർച്ചകളെല്ലാം വന്നിരുന്നു. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ കരട് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ചില പരാമർശങ്ങളായിരുന്നു. അത് സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു. പക്ഷേ രാഷ്ട്രീയ റിപ്പോർട്ടിലേക്ക് ബിനോയ് വിശ്വം രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് അതെല്ലാം മയപ്പെടുത്തി സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അത് തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് കൂടിയായിരുന്നു ബിനോയ് വിശ്വം സ്വീകരിച്ചത്. പക്ഷേ ചർച്ചകൾക്കിടയിൽ, പ്രതിനിധികൾക്കിടയിൽ ഇത്തരത്തിലേക്ക് സർക്കാരിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയും CPIനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് CPI അനുവർത്തിച്ചു പോകുന്നത് ശരിയല്ല എന്ന വിമർശനമാണ് ചർച്ചകൾക്കിടയിൽ പ്രതിനിധികളുടെ ഭാഗത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെല്ലാം വളരെ ഭംഗിയായി തന്നെ ഒഴിവാക്കി അതിനുള്ള മറുപടി നൽകി അത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് പൊതുസമ്മേളനം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആലപ്പുഴ മുപ്പാലത്ത് നിന്നും റെഡ് വോളണ്ടിയർ പരേഡോടുകൂടി ആരംഭിക്കുന്നത്. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി D രാജയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമ്മേളനത്തിൽ ഉൾപ്പെടെ KE ഇസ്മയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ വിളിക്കാതിരുന്നതിനെ സംബന്ധിച്ചൊരു വിയോജിപ്പും ഒരു അമർഷവും അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമുണ്ടായിരുന്നു. പക്ഷേ പൊതുസമ്മേളനത്തിൽ താൻ പങ്കെടുക്കും. അത് മറ്റൊരു തരത്തിൽ സമ്മേളനത്തിൽ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല, മറ്റൊരു നേതാവിനെ കാണാൻ വേണ്ടിയിട്ടല്ല, തന്നെ വന്ന് കാണുന്ന പ്രവർത്തകരെ എല്ലാവരെയും ഒരേ അർത്ഥത്തിൽ പുഞ്ചിരിയോടുകൂടി തന്നെ സ്വീകരിക്കാനാണ് താൻ വരുന്നത്. അതും സദസ്സിലിരുന്ന് തന്നെ ഈ പരിപാടി പൊതുസമ്മേളനം വീക്ഷിക്കുവാൻ പാർട്ടി മെമ്പർ എന്ന നിലയിൽ, പാർട്ടി അംഗം എന്ന നിലയിൽ അത്തരത്തിലൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് താൻ എത്തുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് 3 മണിയോടുകൂടി തന്നെ പൊതുസമ്മേളനത്തിനുള്ള വോളണ്ടിയർ മാർച്ച് ആരംഭിക്കും. അതിനുശേഷം ആലപ്പുഴ ബീച്ചിൽ പൊതുസമ്മേളനം നടക്കും. എന്തായാലും വളരെ വിവാദങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സമ്മേളനമാണ് ഇത്തരത്തിലേക്ക് CPI വളരെ മയപ്പെടുത്തി
CPIയുടെ സംഘടന ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പറഞ്ഞ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ശരി, എന്തായാലും CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. അപ്രതീക്ഷിതമായി മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ തന്നെയാണ് സാധ്യത. അജയ് നാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അന്തരിച്ച മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചന്റെ ഭൗതികദേഹം ഇന്ന് വീട്ടിലെത്തിക്കും. നാളെ വൈകിട്ട് 3-ന് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിൽ സംസ്കാരം നടക്കും. ഏറെക്കാലമായി അസുഖബാധിതനായ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. കിരണുണ്ട് വിവരങ്ങളുമായി. കിരൺ, നേരത്തെ അദ്ദേഹം പറഞ്ഞത് പ്രകാരം പൊതുദർശനമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വീട്ടിലെത്തിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ കാണാനായുള്ള അവസരമൊക്കെ ഉണ്ടോ? മായ 6 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിനാണ് ഇന്നലെ തിരശീല വീണത്. ഏറെ നാളായി അസുഖബാധിതയെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് അദ്ദേഹത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ ചികിത്സയിലിരിക്കെ പിന്നീട് അസുഖം മൂർച്ഛിക്കുകയും ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാവുകയും ചെയ്യുകയായിരുന്നു. വൈകിട്ട് 4:30 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കൊച്ചിയിലെ ആലുവയിലെ തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പെരുമ്പാവൂരിലെ വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. നാളെ വരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ചടങ്ങുകൾ, ഈ സംസ്കാരത്തിന് മുന്നോടിയായിട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനം നടക്കുന്ന സമയത്ത് തന്നെ ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഈ അന്തിമോപചാരം അർപ്പിക്കും എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു സൗമ്യനായ നേതാവാണ് PP തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിലൂടെ തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ അനുശോചന കുറിപ്പുകൾ ഇറക്കിയ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും ദീർഘകാലം നീണ്ടു നിന്നിരുന്ന ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നു. 1991 മുതൽ 95 വരെയുള്ള കാലയളവിൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം സ്പീക്കറായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് 95 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ AK ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം ചെറുകിട കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളടക്കം നടത്തിയ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, അദ്ദേഹം കൃഷിമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചെറുകിട കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ സൗമ്യനായിട്ടുള്ള അല്ലെങ്കിൽ കർഷകരോടൊപ്പം സാധാരണക്കാരോടൊപ്പം എല്ലാം തന്നെ നിലകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. തൻ്റെ 31-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന കാര്യം. അദ്ദേഹം SH കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം പിന്നീട് നിയമപഠനം നടത്തുകയും അതിനുശേഷം അഭിഭാഷകനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ 1968 അദ്ദേഹം പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 31 വയസ്സായിരുന്നു. രാജ്യത്തെ തന്നെ ആദ്യ ഇത്തരത്തിൽ പ്രായം കുറഞ്ഞ ഒരു മുനിസിപ്പൽ ചെയർമാൻ എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഈ രാഷ്ട്രീയ ജീവിതത്തിനാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി തന്നെ തിരശീല വീണിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി പെരുമ്പാവൂര് യാക്കോബായ പള്ളി കത്തീഡ്രലിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുക. മായ. ശരി, അന്തരിച്ച PP തങ്കച്ചൻ്റെ ഭൗതികദേഹം ഇന്ന് വീട്ടിലെത്തിക്കും. അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും. നാളെയാണ് സംസ്കാരം. കിരണാണ് വിവരങ്ങൾ നൽകിയത്. സമവായത്തിൻ്റെ വക്താവ്, അതായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ PP തങ്കച്ചൻ എല്ലാ കാലവും വഹിച്ചിരുന്ന പദവി. സ്പീക്കറായും മന്ത്രിയായും KPCC പ്രസിഡന്റായും 13 വർഷക്കാലം UDF കൺവീനറായും സജീവമായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും അധികാരത്തിനായി പിടിവലി കൂടുന്ന തങ്കച്ചനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അധികായന്മാർ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അടക്കി വാണിരുന്ന കാലം. ഗ്രൂപ്പുകളുടെ അമരത്തിരുന്ന് നേർക്കുനേർ പോരാടുമ്പോഴും പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ നിസ്വാർത്ഥമായി ശ്രമിച്ചിരുന്ന
നേതാക്കന്മാരുടെ ഗണത്തിലാണ് എല്ലാ കാലവും PP തങ്കച്ചന്റെ സ്ഥാനവും. സ്പീക്കർ, മന്ത്രി, KPCC അധ്യക്ഷൻ, UDF കൺവീനർ തുടങ്ങിയ പദവികൾ വഹിച്ചു. പക്ഷേ ഇതിൽ പലതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. K. കരുണാകരൻ രാജിവെച്ച AK ആന്റണി മുഖ്യമന്ത്രിയാകുന്ന വേളയിൽ സ്പീക്കർ പദവിയിൽ നിന്നാണ് PP തങ്കച്ചൻ മന്ത്രിസഭാംഗമാകുന്നത്. കൃഷിവകുപ്പ് മന്ത്രിയായി 1 വർഷം. K. കരുണാകരൻ AK ആന്റണി പോര് പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയം. K. മുരളീധരൻ KPCC അധ്യക്ഷ പദവി രാജിവെച്ച് മന്ത്രിയാകുമ്പോൾ പകരം ചുമതല PP തങ്കച്ചനെ തേടിയെത്തി. ഉമ്മൻചാണ്ടി UDF കൺവീനർ പദവി ഒഴിഞ്ഞപ്പോഴും ആ സ്ഥാനം തേടിയെത്തിയത് PP തങ്കച്ചനെ തന്നെയായിരുന്നു. 2004 മുതൽ 2018 വരെ ദീർഘമായ 13 വർഷക്കാലം മുന്നണിയെ നയിച്ചു. ഇക്കാലങ്ങളിലൊക്കെയും കോൺഗ്രസ് നേരിട്ട പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും സമവായത്തിന്റെ മുഖം. എല്ലാവർക്കും എല്ലാ സമയത്തും സമീപിക്കാവുന്ന നേതാവ്. K. കരുണാകരനൊപ്പം I ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്നപ്പോഴും പക്ഷേ ലീഡർ പാർട്ടി വിട്ടുപോയപ്പോൾ പ്രസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത നിലപാട്. DCC അധ്യക്ഷ പദവി മുതൽ നിരവധി സ്ഥാനമാനങ്ങൾ തേടിയെത്തിയെങ്കിലും ഒരു വേള പോലും അധികാരത്തിനായി മുറവിളി കൂട്ടിയിട്ടില്ല. 3 തവണ പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ. തങ്കം പോലൊരു തങ്കച്ചൻ. അക്കാലത്ത് മണ്ഡലത്തിൽ ഉയർന്നുകേട്ട പ്രചാരണ മുദ്രാവാക്യം പോലും അതായിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളുടെ ജീർണത ഏറ്റവും അധികം മറനീക്കി പുറത്തുവന്ന കയ്യാങ്കളി. KPCC എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാനെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും കയ്യേറ്റം ചെയ്ത് I ഗ്രൂപ്പ് പ്രവർത്തകർ. കയ്യാങ്കളി സ്ഥലത്ത് ആദ്യം ഓടിയെത്തിയത് PP തങ്കച്ചനായിരുന്നു. അദ്ദേഹത്തിനും ദേഹോപദ്രവമേറ്റു. ഈ സംഭവം മാത്രം മതിയാകും കോൺഗ്രസിന്റെ പോരാട്ട കലുഷിത ഭൂമിയിൽ എപ്പോഴും സമവായത്തിന്റെയും തർക്കപരിഹാരത്തിന്റെയും ആൾരൂപമായി ഉണ്ടാകുന്ന PP തങ്കച്ചൻ എന്ന രാഷ്ട്രീയ നേതാവിനെ തിരിച്ചറിയാൻ. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് പിന്നാലെ മറ്റൊരു സമവായ മുഖം കൂടി കോൺഗ്രസിൽ വിടവാങ്ങുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് ഇപ്പോഴും തിരയുന്നത് പരിഹാര ഫോർമുലകളിൽ അഗ്രഗണ്യന്മാരായ ഇതുപോലുള്ള നേതാക്കന്മാരെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന കേരള അർബൻ കോൺക്ലേവ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം നഗരനയത്തിന് രൂപം നൽകുന്നത്. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ മുഖ്യാതിഥിയാകും. കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുന്നുണ്ട്. കിരൺ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം നഗരനയത്തിന് രൂപം നൽകുന്നത് എന്നുള്ളതാണ്. എപ്പോഴായിരിക്കും ഈ ഉദ്ഘാടനം ഉണ്ടാവുക? ഒപ്പം ഇതിനെതിരെ ഏറെ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ടല്ലോ. മായ ആസ്പയറിംഗ് സിറ്റീസ് ത്രൈവിംഗ് കമ്മ്യൂണിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ അർബൻ കോൺക്ലേവിന് ഇന്ന് തുടക്കമാകുന്നത്. 2 ദിവസങ്ങളിലായിട്ട് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. MP രാജേഷ് മന്ത്രി അധ്യക്ഷനാകും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി MP രാജേഷാണ് മുഖ്യാതിഥിയാകുന്നത്. ഈ 2 ദിവസങ്ങളിലായി വിവിധ സെക്ഷനുകളിലാണ് ചർച്ച നടക്കുന്നത്. 36ഓളം സെക്ഷനുകളിൽ 295 പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് നഗരനയത്തെ കുറിച്ചുള്ള തങ്ങളുടെ രൂപരേഖകൾ അവതരിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് MP രാജേഷ് അടക്കമുള്ള ആളുകൾ അറിയിച്ചിരിക്കുന്നത്. 29 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ കോൺക്ലേവിൽ 2 ദിവസങ്ങളിലായി പങ്കെടുക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ നഗരനയം രൂപീകരിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് തന്നെ ആദ്യമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് ഇത്തരത്തിലൊരു കോൺക്ലേവിലൂടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഏതായാലും ഈ പരിപാടി ഇത്തരം വിപുലമായി തന്നെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇതിനെതിരായിട്ടുള്ള വിമർശനവും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഈ കോൺക്ലേവിനെതിരായിട്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം ആരോപിച്ചിരുന്ന ഒരു പ്രധാന കാരണം ഈ കോൺക്ലേവിൻ്റെ പേരിൽ വ്യാപകമായിട്ടുള്ള പണപ്പിരിവ് നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓരോ നഗരസഭയും 10 ലക്ഷം രൂപ ഈ കോൺക്ലേവിനായിട്ട് നൽകണം എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇത് നഗരസഭകൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും എന്നുള്ളൊരു ആരോപണമാണ് ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനെ എതിർത്തുകൊണ്ട് മന്ത്രി MP രാജേഷ് അടക്കമുള്ള ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ നഗരസഭകളുടെ വികസനത്തിനെ ലക്ഷ്യം വെച്ച് നടത്തുന്ന കോൺക്ലേവിൻ്റെ ഇതിൻ്റെ ചിലവ് വഹിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളോട് 10 ലക്ഷം രൂപ നൽകണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഏതായാലും MP രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കോൺക്ലേവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതുമാണ്. മാത്രവുമല്ല കൊച്ചിയിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ
MP ആയിട്ടുള്ള ഹൈബി ഈഡൻ, ഒപ്പം എറണാകുളം MLA ആയിട്ടുള്ള TJ വിനോദ് അടക്കമുള്ള ആളുകളോടുമായി ചർച്ച ചെയ്തിരുന്നു. ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഇവർ രണ്ടുപേരും UDFന്റെ MPയും MLAയുമാണ്. ഇവരുടെ ഭാഗത്തു നിന്നുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സംരംഭത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് MP രാജേഷ് പറയുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെയാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് കൊച്ചിയിൽ കോൺക്ലേവ് നടത്തപ്പെടുന്നത്. മായ. ശരി, കേരള അർബൻ കോൺക്ലേവിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. കിരണാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മലക്കപ്പാറ വീരൻകുടിയൂരിൽ വന്യമൃഗശല്യത്തിനെതിരെ കുടിൽ കെട്ടി പ്രതിഷേധവുമായി ആദിവാസികൾ. വീരൻകുടി ഉന്നതിയിലെ 5 കുടുംബങ്ങളാണ് മാരാങ്കോട് പ്രദേശത്ത് കുടിൽ കെട്ടിയത്. ഊര് നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് മാരാങ്കോട് കണ്ടെത്തിയ ഭൂമി കൈമാറാൻ സാധിച്ചിരുന്നില്ല. ഒരു നടപടിയും ഉണ്ടാകാതെയായതോടെ കഴിഞ്ഞ ദിവസമാണ് ആദിവാസികൾ പ്രദേശത്ത് കുടിൽ കെട്ടിയത്. 2018 മഹാപ്രളയത്തിൽ ഭൂമിയും വീടുകളും നശിച്ചുപോയ ആദിവാസി കുടുംബങ്ങളാണിവർ. സർക്കാർ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനംവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലാവുകയായിരുന്നുവെന്നാണ് പരാതി. മലക്കപ്പാറ വീരൻകുടിയിൽ അടച്ചുറപ്പില്ലാത്ത താൽക്കാലിക കുടിലുകൾ കെട്ടിയായിരുന്നു കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത്. വന്യജീവി ശല്യവും പ്രകൃതിക്ഷോഭവും രൂക്ഷമായതോടെ ജീവിക്കാൻ വഴിയില്ലാതായി. ഇതോടെയാണ് കളക്ടർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടാൻ ആദിവാസികൾ തീരുമാനിച്ചത്. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനംവകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി. കുടിയില് വന്ന് ഒരു കുട്ടീനെ വന്ന് പുലി പിടിച്ചു. നേരത്തെ പണ്ടിരുന്ന ഉരുളംപൊട്ടി 2018. എന്നിട്ട് ഞങ്ങള് എനിക്കാണെങ്കിൽ ആകെ വയ്യ, ഈ പോത്തും ഇടിച്ച് കാലും കൊടിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ചെറിയ പിള്ളേരും കൂട്ടിച്ച് ഈ കാട്ടിനുള്ളിൽ വന്ന് കിടക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പുലി പിടിച്ച് വീട്ടിൽ കിടക്കാൻ ഒരു പ്ലാസ്റ്റിക് ചെട്ടാണ്. ആ ഷെട്ടിൻ്റെ അകത്ത് കയറി ഇപ്പോൾ പുലി വാന്തി പൊട്ടിച്ച് അകത്ത് കയറി വരുന്നുണ്ട്. ഈ കമ്മിറ്റിക്കാളിൽ കിടന്ന് ഞങ്ങൾ എത്ര ദിവസമായി അത് കിടക്കാൻ, എത്ര ദിവസമായി മയ്യലെന്ന് ഈ പിള്ളേരും കുടിച്ചുകൊണ്ട് നടക്കാൻ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനത്തിൽ വന്ന് ഇവിടെ ഞങ്ങൾ കടത്തിയുടെ സ്ഥലത്ത് ഇപ്പോൾ വന്ന് ഷെട്ട് വെച്ചിരിക്കുക. എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ പോലീസുകാർ ഞങ്ങൾ അത് കാരണം കൊണ്ട് ഇത് വിട്ട് ഇറങ്ങി പോകില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യും. സംഭവത്തിൽ പ്രതിഷേധിച്ച ചാലക്കുടി DF ഓഫീസിലേക്ക് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. വീരൻകുടിയിൽ താൽക്കാലിക കുടിലിൽ കഴിഞ്ഞ ആദിവാസി ബാലനെയാണ് മാസങ്ങൾക്ക് മുൻപ് പുലി ആക്രമിച്ചത്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഊരു നിവാസികൾ. അമൃത ന്യൂസ്, തൃശൂർ. ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയ്ക്ക് സുപ്രീം കോടതി 27 വർഷം തടവ് ശിക്ഷ വിധിച്ചു. അട്ടിമറി ഗൂഢാലോചന കേസുകളിലാണ് കോടതിയുടെ വിധി. ബോൾസനാരോയ്ക്കെതിരായ 5 കുറ്റങ്ങളിൽ കുറ്റക്കാരനാണെന്ന് ഭൂരിപക്ഷം ജഡ്ജിമാരും വോട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ശിക്ഷ വിധിച്ചത്. 2022 ലുല സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നതാണ് കേസ്. തെരഞ്ഞെടുപ്പിൽ ബോൾസനാരോ പരാജയപ്പെട്ടതോടെയാണ് അട്ടിമറി ശ്രമം നടത്തിയത്. ലുല ഡിസിൽവയുടെ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുകയും ക്രിമിനൽ സംഘങ്ങളെ നയിക്കുകയും ചെയ്തതടക്കം 5 കുറ്റങ്ങളാണ് ബോൾസനാരോയ്ക്കെതിരെ ചുമത്തിയത്. ബ്രസീലിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചതിന് 2030 വരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ബ്രസീലിലെ ഉന്നത തെരഞ്ഞെടുപ്പ് കോടതി അദ്ദേഹത്തെ വിലക്കിയിരുന്നു. പക്ഷേ 2026 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മത്സരിക്കുമെന്ന് ബോൾസനാരോ പ്രഖ്യാപിച്ചിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ ദേവസ്വത്തിന്റെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. പാളികളുടെ അറ്റകുറ്റപ്പണി ചെന്നൈയിൽ തുടങ്ങിയെന്നും തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ബോർഡിന് കഴിയില്ലെന്നും കോടതിയെ അറിയിക്കും. ഹർജി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ബോർഡിന്റെ നീക്കം. മുൻകൂർ അനുമതി തേടാത്തതിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും കോടതി പരിഗണിക്കും. അമ്പലപ്പുഴ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? തർക്കമൊന്നും വേണ്ട, അത് അമ്പലപ്പുഴ പാൽപ്പായസം തന്നെയാണല്ലേ. ഇനി ഏറെ പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസം കൂടുതൽ അളവിൽ നിർമ്മിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞാലോ? അതിനായി പുതിയ ഭീമൻ വാർപ്പ് അമ്പലപ്പുഴ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. 1500 ലിറ്റർ ശേഷിയുള്ള കൂറ്റൻ വാർപ്പാണ് ക്ഷേത്രത്തിലെത്തിച്ചത്. 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ വാർപ്പ് കാണാനും ചിത്രം പകർത്താനും എത്തിയത്. മാന്നാർ സ്വദേശി അനന്തനാചാര്യയുടെ നേതൃത്വത്തിലായിരുന്നു വെള്ളോട് ഉപയോഗിച്ചുള്ള വാർപ്പിന്റെ നിർമ്മാണം. ചിലവാകട്ടെ 28,96,000 രൂപയും. 1810 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ വാർപ്പ് വാഹനത്തിലെത്തിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് പാൽപ്പായസം ഉണ്ടാക്കുന്ന തിടപ്പള്ളിയിലേക്ക് മാറ്റിയത്. വാർപ്പ് സ്ഥാപിക്കാൻ 1 മാസം മുൻപ് തന്നെ തിടപ്പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 800 ലിറ്റർ ശേഷിയുള്ള വാർപ്പിലാണ് ക്ഷേത്രത്തിൽ പാൽപ്പായസം തയ്യാറാക്കുന്നത്. പ്രതിദിനം തയ്യാറാക്കുന്നതാകട്ടെ 225 ലിറ്റർ പായസവും
ഇത് 300-ഉം വ്യാഴം, ഞായർ, മറ്റ് വിശേഷ ദിവസങ്ങളിൽ 350-ഉം ലിറ്ററാക്കാൻ തന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ബോർഡ് അംഗീകാരം നൽകിയിരുന്നു. പാൽപായസത്തിന്റെ വില വർദ്ധിപ്പിച്ച് ഗുണനിലവാരം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാൽപായസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. നിലവിൽ 1 ലിറ്റർ പാൽപായസത്തിന് 160 രൂപയാണ് വില. ഇത് 260 രൂപയായി വർദ്ധിപ്പിക്കാനും ബോർഡ് തീരുമാനമെടുത്തിരുന്നു. പുതിയ അളവിൽ പാൽപായസം നിർമ്മിക്കണമെങ്കിൽ പുതിയ വാർപ്പ് ആവശ്യമായി വന്ന ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ഈ പുതിയ നീക്കം. ഇതിനായി ദേവസ്വം ബോർഡ് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് മാന്നാർ സ്വദേശി അനന്തനാചാരി വാർപ്പ് നിർമ്മിച്ച് ക്ഷേത്രത്തിലെത്തിച്ചത്. ഏറ്റവും നല്ല ഓടിൽ ഏറ്റവും നല്ല രീതിയിൽ ഗുരുവായൂരപ്പന് കൊടുത്തത് അതേ ക്വാളിറ്റിയിൽ, അതിനേക്കാൾ നല്ല ക്വാളിറ്റി എന്ന് പറയാം. പക്ഷേ അതിൽ പല ചിത്രപ്പണികളും ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയില്ല, സമയം കുറവായിരുന്നുകൊണ്ട് ഇവയിൽ പല ചിത്രപ്പണികളും അനന്തശയനം, ഗജലക്ഷ്മി, ശങ്കരം അങ്ങനെയുള്ള ചിത്രപ്പണികളോട് ചെയ്ത് വളരെ മനോഹരമായിട്ട് സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. തിരുവാഭരണം കമ്മീഷണർ PR ശിവശങ്കരനായിരുന്നു ചുമതല. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ നിരവധി തൊഴിലാളികളുടെ ശ്രമഫലമായാണ് ക്രെയിൻ ഉപയോഗിച്ച് തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് വാർപ്പ് മാറ്റിയത്. ഇനി താന്ത്രിക വിധി പ്രകാരം ശുദ്ധികലശം നടത്തും. ചിങ്ങം 1 മുതൽ പാൽപായസ വില വർധനവ് നടപ്പാക്കാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ തിടപ്പള്ളിയുടെ അറ്റകുറ്റപ്പണി വൈകിയതുമൂലം വാർപ്പ് എത്തിക്കാൻ കഴിയാതെ വന്നതോടെ വില വർധനവ് മാറ്റിവെക്കുകയായിരുന്നു. ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ B. മുരാരി ബാബു, അസിസ്റ്റന്റ് കമ്മീഷണർ V. ഈശ്വരൻ നമ്പൂതിരി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ N. അജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാർപ്പ് എത്തിച്ചത്. അമ്പലപ്പുഴയിലെ പായസത്തിന്റെ രുചിയും ഐതിഹ്യവും നെഞ്ചേറ്റുന്ന ഭക്തർക്ക് ഇനി ഇത് സമ്മാനിക്കുന്നത് പുതിയ അനുഭവങ്ങളാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. ക്രിക്കറ്റിനേക്കാളും ഫുട്ബോളിനേക്കാളുമൊക്കെ വീറും വാശിയൊക്കെ നടക്കുന്ന ഒരു മത്സരമുണ്ട് കോട്ടയം കുറിച്ചിയിലെ മോസ്കോ ഗ്രാമത്തിൽ. പുരാണ കഥകളിലൂടെ നമുക്ക് പരിചിതമായ പകിടകളി. എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണയും ഓണത്തിന് ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി 60-ലധികം ടീമുകൾ പകിടകളിക്കാനെത്തിയിരുന്നു. വീറും വാശിയും മാത്രമല്ല, വെല്ലുവിളിയും തർക്കവും എല്ലാം ചേർന്ന വലിയ ബഹളമാണ് പകിടകളിക്കളത്തിനകത്തും പുറത്തും. കളിക്കുന്നവർക്കൊപ്പം തന്നെ വാശിയുണ്ട് കണ്ടു നിൽക്കുന്നവർക്കും. തർക്കങ്ങൾ പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് എത്തുമോ എന്നുപോലും പുറമേ നിന്ന് കളി കാണാനെത്തുന്നവർക്ക് സംശയം തോന്നും. എന്നാൽ ഒന്നും സംഭവിക്കില്ല. ഓരോ കളിയും സമാധാനപരമായി തന്നെ അവസാനിക്കും. പകിടകളിയുടെ ഒരു കടന്നുവരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്ന് കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല മുഴുവൻ സ്ഥലങ്ങളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ പകിടകളി ഒരു മത്സരക്രമം എന്നതിൽ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആദ്യമായി കളി കാണുന്നവർക്ക് ഒന്നും മനസ്സിലാകില്ല. കളത്തിൽ പകിടകൾ ഉരുളുന്നതും പലകയിലെ കളങ്ങളിൽ എണ്ണി കരുക്കൾ നീക്കുന്നതും കണ്ടു നിൽക്കാം. അത്ര തന്നെ. കണക്കും ഒപ്പം ഭാഗ്യവും കൂടിച്ചേരുന്നതാണ് പകിടകളി. കൗരവരും പാണ്ഡവരും തമ്മിൽ നടന്ന ചൂതാട്ടത്തിന്റെ മറ്റൊരു വകഭേദമാണ് പകിടകളി എന്നാണ് കരുതപ്പെടുന്നത്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം, അവർക്ക് പാഞ്ചാലിയെ നഷ്ടപ്പെടുന്നു, ഇതെല്ലാം ചൂതുകളിയുടെ ഭാഗമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ മിത്ത്. കോട്ടയം മോസ്കോയിലെ പകിടകളിക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇവിടെ പകിടകളി നടന്നിരുന്നു. തലമുറകളായി കൈമാറി വന്ന വിനോദത്തെ ഇന്നും കാത്തുസൂക്ഷിക്കുകയാണ് ഇവിടെയുള്ള മുതിർന്നവരും പുതുതലമുറയും. കർക്കിടക മാസത്തിലാണ് മോസ്കോ ക്ലബ്ബ് പകിടകളി മത്സരം തുടങ്ങുന്നത്. കോട്ടയം ജില്ലയ്ക്ക് പുറമെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും പകിടകളി പ്രേമികളും കളിക്കാരും ഇവിടെ എത്താറുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ കണ്ടശ്ശാംകടവ് ആശാരിമൂലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശ്രദ്ധ നേടുകയാണ്. ഓടുമേഞ്ഞ് ചാരുപടികളോടുകൂടിയ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രികർക്കായി നിരവധി സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പടിയം സാംസ്കാരിക വേദിയിലെ അംഗങ്ങൾ പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. പഴമയും പുതുമയും ഒരേ സമയം കോർത്തിണക്കിയുള്ള ഒരു കാത്തിരിപ്പ് കേന്ദ്രം. വഴിയെ പോകുന്ന ആരുമൊന്ന് നോക്കിപ്പോകും. ഒരു വീടിന് സമാനമായി ഓടുമേഞ്ഞ ചാരുപടികളോടുകൂടിയുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രികർക്കായി നിരവധി സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലൈറ്റും ഫാനും മൊബൈൽ ചാർജിംഗ് പോയിന്റുകളും ഇതിൽ ചിലതു മാത്രം. കാത്തിരുന്ന് മുഷിയുന്നവർക്ക് FM റേഡിയോയിൽ ഗാനങ്ങൾ ആസ്വദിക്കാനും ഇവിടെ സൗകര്യമൊരുക്കിയിരിക്കുന്നു. സുരക്ഷ കണക്കിലെടുത്ത കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമായി 4 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വൈദ്യുതിക്കായി സോളാർ പാനലുകളും ഘടിപ്പിച്ചിരിക്കുന്നു. കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്ന മനോഹരമായ ഒരു പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മെയിൻ്റനൻസിനായുള്ള പണം കണ്ടെത്താനായി ഇവിടെ ഒരു LED പരസ്യ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്.
അങ്ങനെ അടിമുടി പുതുമയോടെയാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം. സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി സമയത്ത് വരികയാണെങ്കിൽ തന്നെ ലൈറ്റിൻ്റെ സൗകര്യമുണ്ട്, ക്യാമറയുണ്ട്, എല്ലാം ഉള്ളത് കൊണ്ട് അവർക്കൊരു സുരക്ഷിതമായൊരു സ്ഥലം ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ബസ് സ്റ്റോപ്പ്. പടിയം സാംസ്കാരിക വേദിയിലെ അംഗങ്ങൾ പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ആശാരിമൂലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചത്. 1,70,000 രൂപയ്ക്കാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിതീർത്തത്. നിർമ്മാണ വസ്തുക്കൾക്ക് മാത്രമാണ് ആകെ പണം ചിലവായത്. ആരും കൂലി വാങ്ങാതെയാണ് നിർമ്മാണത്തിന് സഹകരിച്ചത്. ഭാവിയിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിനൊപ്പം ഒരു മിനി വായനശാല കൂടി ഉൾപ്പെടുത്താനുള്ള പദ്ധതിയും നാട്ടുകാർക്കുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ഈരാറ്റുപേട്ട നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം മന്ദഗതിയിലായതോടെ യാത്രക്കാരും വ്യാപാരികളും ഒക്കെ ദുരിതത്തിലായി. പഴയ കെട്ടിടം പൊളിച്ച് 3 മാസം പിന്നിട്ടു. എന്നാൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി തറ നിരപ്പാക്കൽ പോലും പൂർത്തിയാക്കിയിട്ടില്ല. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് പോലും ഭരണസമിതി കണ്ടെത്തിയിട്ടില്ലെന്നും യാത്രക്കാരെയും വ്യാപാരികളെയും നഗരസഭ തെരുവിലാക്കിയെന്നും CPM ആരോപിച്ചു. ഈരാറ്റുപേട്ട നഗരസഭ ബസ് സ്റ്റാൻഡിലെ കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് പുതിയ കെട്ടിടത്തിന് നഗരസഭ പദ്ധതി തയ്യാറാക്കിയത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനായി 26 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. എന്നാൽ പദ്ധതി എങ്ങുമെത്തിയില്ല. പഴയ കെട്ടിടവും ബസ് സ്റ്റാൻഡും പൊളിച്ചതോടെ വ്യാപാരികളും യാത്രക്കാരും പെരുവഴിയിലായി. ബസ്സുകളുടെ പാർക്കിങ്ങും ആളുകളെ കയറ്റിയിറക്കലും തോന്നുംപടിയായതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായിരിക്കുകയാണ്. മെയിൻ റോഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നു. 10, 15, 20 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നു. പക്ഷേ ഈ സ്റ്റാൻഡ് പൊളിക്കുന്ന ഘട്ടത്തിലും ഈ സ്റ്റാൻഡിന് വേണ്ടിയുള്ള ഫണ്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ട് പറയുന്നത്. തറനിരപ്പാക്കലിന് കരാറെടുത്തവർ കല്ല് പൊട്ടിച്ച് കടത്തിയതിനെ തുടർന്ന് ജിയോളജി വകുപ്പ് ഇടപെടുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. പണി മുടങ്ങിയതോടെ കെട്ടിടം പൊളിച്ച ഭാഗത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് രോഗവ്യാപന ഭീതിയും ഉയർത്തുന്നുണ്ട്. ഈ ബസ് സ്റ്റാൻഡ് 2021 നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതുവരെ 100 രൂപയുടെ ഫണ്ടോ കാര്യങ്ങളോ ഇതിനകത്ത് വെച്ചിട്ടില്ല. നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പേപ്പർ ജോലികളും പൂർത്തിയായിട്ടുണ്ടെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത്. KURDFC ആണ് വായ്പ അനുവദിക്കുന്നത്. ഇതിന് സർക്കാർ അനുമതി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നമുക്ക് ലോണിനുള്ള അനുമതി ലഭിച്ചും കഴിഞ്ഞു. അതായത് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നാണ് KURDFC എന്ന് പറയുന്ന വലിയ ഒരു ഗവൺമെൻറ് ഏജൻസിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ലോണിനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരികൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ്. നഗരത്തിലെത്തുന്ന പൊതുജനവും പൊടിയും ചെളിയും വാഹനക്കുരുക്കും മൂലം നട്ടം തിരിയുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. നിങ്ങൾ ഏതു പ്രായത്തിലുമുള്ളവരാകട്ടെ, പ്രവർത്തനം ഏതു മേഖലയിലുമാകട്ടെ, കഴിവുണ്ടെങ്കിലും ജീവിത വിജയം നേടാൻ കഴിയാതെ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഗുഡ് മോർണിംഗ് കേരളത്തിൽ അമൃത ന്യൂസ് ഒരുക്കുന്ന ഒരു പുതിയ സെഗ്മെന്റാണ് ദ ഗെയിം ചേഞ്ചർ. പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമൊക്കെയായ ശ്രീദത്ത് S. പിള്ളയാണ് ഗെയിം ചേഞ്ചറിൻ്റെ അവതാരകൻ. നമുക്ക് പല കഴിവുകളും ഉണ്ടാകും അല്ലേ? ആ കഴിവുകളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക. എങ്ങനെയാണ് അത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് പറഞ്ഞു തരുന്നു അദ്ദേഹം ഗെയിം ചേഞ്ചറിലൂടെ. ഞാൻ കർണാടക സംഗീതത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. ഐ എം എ മൃദംഗം ആർട്ടിസ്റ്റ്. ഐ പ്ലേ ഓൺ ദ മൃദംഗം. ഞാൻ മൃദംഗം വായിക്കുന്ന ഒരാളാണ്. ഓൾ ഇന്ത്യ റേഡിയോയുടെ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. എന്നിട്ടില്ലെങ്കിൽ ഒരു 3000 കച്ചേരികൾ വായിച്ചിട്ടുണ്ടാവും. ഇത് എൻ്റെ ബ്രാൻഡിങ്ങോ പ്രൊമോഷനോ അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കച്ചേരികൾക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി 3 കോൺസേർട്സ് ഞാൻ ഒരു ടിപ്പിക്കൽ ആൾക്കാരെ കാണാറുണ്ട്. അതായത് ഒരു കച്ചേരി കഴിയുമ്പോൾ നമ്മുടെ പെർഫോമൻസ് കഴിയുമ്പോൾ ഓഡിയൻസ് നമ്മളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത്, അവരുടെ സന്തോഷം പങ്കുവെക്കുന്നത്, അപ്രീസിയേഷൻ തരുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു കാര്യമാണ്. ആൻഡ് വി ലവ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് അവർ ഓക്സിജൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ഓഫ് ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 40, 50 ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ കൂടുതലോ പ്രായം കാണും. അവരുടെ ജീവിതത്തിൽ വെൽ സെറ്റിൽഡ് ആയിരിക്കും, നല്ല ജോലി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാൽ അവരുടെ കണ്ണിൽ ദർ ഇസ് എ ടിഞ്ച് ഓഫ് സാഡ്നെസ്, എ ടിഞ്ച് ഓഫ് റിഗ്രറ്റ്, ഏതോ ഒരു നഷ്ടബോധം പോലെ നമുക്ക് തോന്നും. വളരെ ഷീപ്പിഷായിട്ട് പലരും നമ്മളടുത്ത് വന്ന് പറയും, ഞാനും ഒരിക്കൽ മൃദംഗം പഠിച്ചിരുന്നു, അരങ്ങേറ്റം കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ഇത്ര വർഷം പാട്ട് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്ര വർഷം വയലിൻ പഠിച്ചിരുന്നു, പിന്നെ അത് നിന്നുപോയി. ആൻഡ് ദറ്റ് സാഡ്നെസ് ഇസ് വെരി വെരി എവിഡൻറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്താ നിന്നുപോയത്? റീസൺസ് എല്ലാം സെയിമാണ്. പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പോയി, അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നിർത്തിയതാണ്, പിന്നെ തുടങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഗുരു ട്രാൻസ്ഫർ ആയിപ്പോയി, അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കായി പോയി. ഒരു സമയത്ത് നിങ്ങളൊരു ഡിസിഷൻ എടുത്തത് കറക്റ്റെന്ന് തോന്നിയ ഒരു ഡിസിഷനാണെന്ന് എടുത്തത്, പിന്നെ എന്തിനാണ് റിഗ്രറ്റ്?
റിഗ്രറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സൊസൈറ്റൽ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു നല്ലൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾക്ക് വേറൊരു കഴിവുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 10th അല്ലെങ്കിൽ 11th 12th എക്സാമൊക്കെ വരുമ്പോഴത്തേനും എന്തെങ്കിലും നിങ്ങൾ നല്ലൊരു നിങ്ങൾക്കൊരു എക്സ്ട്രാ കരിക്കുലർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഒരു എക്സാമിൻ്റെ തലേദിവസം മ്യൂസിക് പ്രാക്ടീസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഹാവിങ് എ ഗുഡ് മീനിങ് ഫുൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇറ്റ് ആക്ച്വലി മേക്സ് എസ് എ ബെറ്റർ പേഴ്സൺ. നമ്മളെ ശരിക്കും നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അതിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ചില എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇൻവോൾവ്മെൻറ്റ് നോക്കാറുണ്ട്. അതുപോലെ ചില ടോപ്പ് ഓർഗനൈസേഷൻസ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുമ്പം ദി ഓൾസോ ലുക്ക് അറ്റ് whether or not you have some serious extracurricular activity. Are you involved in that? You do have any achievements? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ യൂണി ഡയമെൻഷണൽ അല്ല, നിങ്ങൾ മൾട്ടി ഡയമെൻഷണലാണ്, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ട്, യു ആർ മോർ അക്കോമഡേറ്റിംഗ്, നിങ്ങൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ടീംസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ്, നിങ്ങൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ്, നിങ്ങൾക്ക് പ്രഷേഴ്സ് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ്, യു ക്യാൻ മാനേജ് ടൈം ബെറ്റർ. ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങളുണ്ട് അതിന്. ലൈഫ് കംസ് ഓൺലി വൺസ്, ലെറ്റ്സ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. മാത്രമല്ല നിങ്ങൾക്കൊരു മീനിങ് ഫുൾ ഡിസ്ട്രാക്ഷൻ, ബൈ ഡിസ്ട്രാക്ഷൻ ഞാൻ പറയുന്നത് മീനിങ് ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് മെനി എ ടൈം ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു യുവർ മെയിൻ വൊക്കേഷൻ. നിങ്ങളുടെ പ്രധാന ജോലിക്ക് ഒരുപാട് സഹായകരമാവും, അതിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായകരമാവും. ആൻഡ് യു വുഡ് ബി നോൺ ഇൻ യുനോ മച്ച് ബിഗർ സർക്കിൾസ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അത് വികസിക്കും. ആൻഡ് സംടൈംസ് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം വരാം. ബട്ട് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോൺ ടു മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. നമ്മളുടെ ആ ഒരു വികസനത്തിന് അത് വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ലേറ്റർ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പിക്ക് അപ്പ് ദാറ്റ് ക്രിക്കറ്റ് ബാറ്റ്, ടെന്നീസ് റാക്കറ്റ്, ദാറ്റ് ബ്രഷ്, ദാറ്റ് ഗിറ്റാർ ഓർ പെൻ ആൻഡ് പേപ്പർ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എന്തായാലും അത് ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങുക. ലെറ്റ്സ് നോട്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം. ഇനി വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം വിപണിയിൽ നിന്ന്? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായുള്ള ഒരു നേട്ടത്തിൽ ഒന്നര സൂചിയായി നിഫ്റ്റി 25,000 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇത് ഒരു പ്രധാന നിലവാരം തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നേറ്റം തുടരണമെങ്കിൽ 25,150, ശേഷം 25,250 എന്ന നിലവാരങ്ങളായിരിക്കും പ്രധാനം. അതുകൂടി മറികടന്ന് വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇനി ഒരു തുടർച്ച വിപണിയുടെ മുന്നേറ്റത്തിലുണ്ടാവുമെന്ന് കരുതാനാവൂ. ആഗോള സാഹചര്യങ്ങളും അതിന് അനുകൂലമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും US വിപണികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ വ്യാപാരം എത്തുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന US ഫെഡറൽ റിസർവ് യോഗത്തിൽ നിരക്ക് കുറയ്ക്കലുണ്ടായേക്കും എന്നുള്ള സൂചനയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന US പണപ്പെരുപ്പ് നിരക്ക് പ്രതീക്ഷ നിലവാരത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടാവുകയാണെങ്കിൽ അത് 25 ബേസിസ് പോയിന്റ് ആവുമോ അതോ 50 ബേസിസ് പോയിന്റ് കുറവുണ്ടാവുമോ എന്ന് മാത്രമേ നോക്കേണ്ടുള്ളൂ. എന്തായാലും നിരക്ക് കുറയ്ക്കലുണ്ടാവുമെന്ന പ്രതീക്ഷ വിപണിയിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വിപണിയിൽ ഉണ്ടായത്. ആഭ്യന്തര ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും. ആകെ ഒരു പ്രതിരോധമായി നിൽക്കുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ തുടരുന്ന വിൽപ്പന തന്നെയാണ്. ഇന്നലെയും ഏതാണ്ട് 3,000 കോടിക്ക് മുകളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും വിൽപ്പനയുണ്ടായി. എന്നാൽ അതിനെ മറികടക്കുന്ന രീതിയിൽ 4,000 കോടിയിലധികം രൂപയുടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപം താല്പര്യം വിപണിയിൽ ഉണ്ടായത് ഒരു പ്രോത്സാഹനമായിട്ട് മാറുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി ദിലീപ്. ലക്ഷങ്ങൾ മുടക്കി അണിയിച്ചൊരുക്കിയ തിരുവനന്തപുരം കോട്ടയ്ക്കകം കൊത്തളം അതിഥി മന്ദിരത്തിന്റെ അവസ്ഥ ശോചനീയമാണ്. അതിഥികൾക്കും മറ്റ് ജില്ലകളിലെ മേയർമാർ തലസ്ഥാനത്ത് എത്തുമ്പോഴും താമസിക്കുന്നതിനായാണ് മന്ദിരം ഒരുക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ കൊട്ടിഘോഷിച്ച് നവീകരിച്ച മന്ദിരം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കൂടി കേന്ദ്രമാണ്. കണ്ടാൽ ഹൊറർ സിനിമകളിലെ പ്രേതവീട് പോലെ തോന്നുമെങ്കിലും സംഗതി അതല്ല. ഇത് ഗോസ്റ്റ് ഹൗസ് അല്ല, മറിച്ച് ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഈ അതിഥി മന്ദിരത്തിന്റെ അവസ്ഥയാകട്ടെ അങ്ങേയറ്റം ശോചനീയവും. 2021 ഏകദേശം 40 ലക്ഷം രൂപ മുടക്കി നവീകരിച്ചു തുറന്നെങ്കിലും മന്ദിരത്തിന്റെ പ്രവർത്തനം പതിയെ നിലച്ചു. പരിപാലനത്തിനും മേൽനോട്ടത്തിനും ആളുകളുമില്ല.
പടിപ്പുരയും മുറ്റവും കാട് കയറി. കെട്ടിടത്തിന്റെ സീലിംഗ് പൊളിഞ്ഞു. കെട്ടിടത്തിന്റെ ഭിത്തിയിലേക്കുൾപ്പെടെ കാട് കയറിയ അവസ്ഥയിലുമാണ്. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉപകേന്ദ്രമായിരുന്നു ഇവിടം. ആഴ്ചയിൽ 3 ദിവസം ഡോക്ടർമാരുടെ സംഘം ഇവിടെ ചികിത്സ ലഭ്യമാക്കിയിരുന്നു. പിന്നീട് 30 വർഷങ്ങൾക്ക് മുൻപ് അംഗൻവാടി തുടങ്ങുകയും ചെയ്തു. എന്നാൽ അതും അവസാനിപ്പിച്ച് നഗരത്തിലെ യാചകരെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്രമായി മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് സർക്കാരിന്റെ അതിഥി മന്ദിരമാക്കി മാറ്റിയത്. പതിയെ പ്രവർത്തനം നിലച്ചതോടെ ഇവിടം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മന്ദിരത്തിന് സമീപം താമസിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അതുണ്ടാക്കുന്നത്. ഗസ്റ്റ് ഹൗസ് ആക്കിയതിന് ശേഷം ഇതിപ്പം നവീകരിച്ചതിന് ശേഷം യാതൊരു പ്രയോജനമില്ലാതെ വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒന്നാമത് ഇഴജന്തുക്കളുടെ ശല്യം ഭയങ്കരമാണ്. പിന്നെ ഈ ഗേറ്റൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ടും രാത്രികാലങ്ങളിൽ വളരെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അനാശാസ്യകരമായ കാര്യങ്ങൾ വരെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മേയറുടെ ശ്രദ്ധയിൽ ഒരിക്കൽ പെടുത്തിയതാണ്. അവർ അതിനുള്ള വകുപ്പുകൾ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു. പക്ഷേ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാടും പിടിച്ച് പട്ടികളും കയറി സീലിംഗ് ഒക്കെ തന്നെ ആരോയൊക്കെ ഇളക്കിയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തം സീലിങ്ങും കാര്യങ്ങളെല്ലാം അല്ലാതെ എന്തെങ്കിലും ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ കേന്ദ്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നഗരസഭയ്ക്ക് പ്രധാന വരുമാന സ്രോതസ്സായി ഉപയോഗിക്കാവുന്ന കെട്ടിടമാണ് യാതൊരുവിധ പ്രയോജനവുമില്ലാതെ കിടക്കുന്നത്. ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ എന്ന് തോന്നിപ്പോകും കൊത്തളം അതിഥി മന്ദിരത്തിന്റെ ഈ അവസ്ഥ കണ്ടാൽ. സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി കൂടി മാറിക്കഴിഞ്ഞ ഈ കെട്ടിടം കൊണ്ട് പരിസരവാസികൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് അവർക്കും ആവശ്യപ്പെടാനുള്ളത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏഷ്യാകപ്പിൽ ഇന്നലെ നടന്ന ബി ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 7 വിക്കറ്റിന് തകർത്ത് ബംഗ്ലാദേശ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഹോങ്കോങ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് 17.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 39 പന്തിൽ 59 റൺസ് നേടിയ ലിറ്റൺ ദാസാണ് ബംഗ്ലാദേശ് ലക്ഷ്യം കാണുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. 35 റൺസുമായി പുറത്താകാതെ നിന്ന തൗഹീദ് ഹൃദോയിയും വിജയത്തിൽ പങ്കാളിയായി. 42 റൺസ് നേടിയ നിസാഖത്ത് ഖാനാണ് ഹോങ്കോങ്ങിന്റെ ടോപ്പ് സ്കോറർ. ഇന്ന് പാകിസ്ഥാൻ ഒമാനെ നേരിടും. 20ാമത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് നാളെ ടോക്കിയോയിൽ തുടക്കമാകും. കോവിഡിനെ തുടർന്ന് 1 വർഷം വൈകി 2021 നടന്ന ഒളിമ്പിക്സിന് ശേഷം ജപ്പാൻ ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന മത്സരമാണിത്. ടോക്കിയോയിലെ നാഷണൽ സ്റ്റേഡിയമാണ് ഇക്കുറി പ്രധാന മത്സരവേദി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2200-ലേറെ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ജപ്പാനിലെ കനത്ത ചൂട് കായിക താരങ്ങളുടെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ടീമുകൾക്കിടയിലുണ്ട്. നീരജ് ചോപ്രയുടെ നേതൃത്വത്തിലിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ 19 അംഗങ്ങളാണുള്ളത്. മത്സരം 21-ന് സമാപിക്കും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.